ഹായ് കൂട്ടുകാരെ, നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഞാനതിനായിട്ട് ഇപ്പോൾ 2 മാങ്ങയാണ് പോട്ടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട് ജ്യൂസ് അടിക്കാനായിട്ട്. അതിൻ്റെ പുറം തൊലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അധികം വലിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി. എന്നാൽ പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. നല്ല നേർത്ത ഇതിപ്പോൾ ഞാനിപ്പോൾ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇളം മധുരം പിടിച്ച് വരുന്നൊരു സമയത്തുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 മാങ്ങയുടെ കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കുറയ്ക്കാം, വേണമെങ്കിൽ കൂട്ടാം. നമുക്കിനത് മിക്സി ജാറിലേക്ക് ഇടാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മളിതിനെ മൂടി അടച്ച് വെച്ചിട്ട് നമ്മൾ മിക്സിയിലേക്ക് എടുത്തു വെച്ചു. നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നമുക്ക് അടിക്കണം. ജ്യൂസ് അടിച്ചിട്ട് നമുക്കൊരു ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊരു അരിച്ചെടുക്കുക. ഞാൻ പറയണ്ട കേട്ടാ, നമ്മുടെ ജ്യൂസ് ഒന്ന് അരിപ്പിലിട്ട് ചെറിയ കണ്ണികളുള്ള അരിപ്പിലിട്ട് അരിച്ചെടുക്കുക. നമുക്കിതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് തണുപ്പിക്കാനായിട്ട് നന്നായിട്ട് ഒരു ഗ്ലാസ് എടുത്തങ്ങൾ കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാം ഇതിൻ്റെ. ഞാൻ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും കൂടി ട്രൈ ചെയ്ത് നോക്കുമോ? ഓക്കെ, സെറ്റല്ലേ? നമുക്കൊന്ന് കുടിച്ചു നോക്കുകയല്ലോ. നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്ക്. സൂപ്പറായിരിക്കും. ഞങ്ങൾ ഈ നാട്ടിലുള്ളതാണ്.